ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും B3 ടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വിഷയമായാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. നിങ്ങളെല്ലാവരും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പ്രശ്നമാണ് ഫോൺ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകുന്നത്. ഇതിന് ഒരു ശാശ്വത പരിഹാരമാണ് ഈ വീഡിയോ. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ ക്രോമുകളിൽ നിന്നും ധാരാളം ആപ്ലിക്കേഷനുകളും ആപ്പുകളും ഗെയിമുകളും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടല്ലോ. എന്നാൽ ഉപയോഗശേഷം അൺഇൻസ്റ്റാൾ ചെയ്യുകയാണല്ലോ പതിവ്. ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്പ് ഫോണിൽ നിന്ന് പോകും. പക്ഷേ ആപ്പിൻ്റെ ഡേറ്റ ഫോൾഡറായി നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിലോ മെമ്മറി കാർഡിലോ സേവ് ആകുന്നുണ്ട്. ഓരോ ഫോൾഡറും 100 MB-യോ 150 MB-യോ 200 MB-യോ കൂടുതലായിരിക്കും. ഇത് നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുന്നതിന് കാരണമായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആപ്പ് എന്ന ഓപ്ഷൻ കണ്ടുപിടിക്കുക. ആപ്പ് എന്ന ഓപ്ഷനാണ്, ജസ്റ്റ് ആപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകളും ഫോണിലെ ആപ്പുകളും കാണാൻ കഴിയും. ഞാനിവിടെ ആമസോൺ ഷോപ്പിംഗ് എന്ന ആപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ആമസോൺ ആപ്പ് ഷോപ്പിംഗ് ഇൻസ്റ്റാൾ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ഡേറ്റ, ബാറ്ററി, സ്റ്റോറേജ് എന്ന് നോട്ടിഫിക്കേഷൻ എല്ലാം കാണാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഈ സ്റ്റോറേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് 89.60 MB, ഡേറ്റ 7.39 MB, ചേസ് 39.90 MB എന്നിങ്ങനെ കാണാൻ കഴിയും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ക്ലിയർ ഡേറ്റ എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്നത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഡേറ്റ 0 KB, ചേസ് 0 B നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അൺഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അൺഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആപ്പ് അൺഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ആപ്പ് ഈ ഫോൺ സ്റ്റോറേജിൽ നിന്ന് പോയി ഇതിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഫോൾഡർ MB എല്ലാം ഫോണിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്